കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 70ാമത് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. ഫെബ്രുവരി 22 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ജി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ഒരു ദിവസത്തിൻ്റെ തുടക്കം ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പുണ്യകർമ്മത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി പോകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഉദ്ഘാടനങ്ങൾ ഒരുപാട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഒരു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുക എന്ന്, ഞാൻ ജനപ്രതിനിധി ആയിട്ട് ഇപ്പോൾ 2 മാസമേ ആയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ക്യാമ്പ് ആദ്യമായാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അത് എൻ്റെ പ്രിയ സുഹൃത്താണ്, ഞങ്ങൾ സഹപാഠികളാണ്. അപ്പോൾ പല കാര്യത്തിനും ഒരുപാട് നാൾ മുമ്പേ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിനുമൊക്കെ ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നവരാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാരിറ്റി ട്രസ്റ്റുകൾ പല സ്ഥലത്തും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 9 വർഷമായി തുടർച്ചയായി നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് മനസ്സ് കാണിക്കുന്നവർ വളരെ കുറവാണ്. ഇപ്പോൾ 70ാമത്തെ ക്യാമ്പാണിത്. ഇവിടെ വിജയകരമായാണ് ഓരോ പ്രാവശ്യവും നടക്കുന്ന ക്യാമ്പിൽ വന്ന് ചേരുന്നവർക്ക് ഇതിൻ്റെ ചികിത്സ കിട്ടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ആദ്യമാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പുറത്ത് വന്നപ്പോൾ തന്നെ അവിടെ റോഡ് സൈഡിലെല്ലാം വരുന്ന വണ്ടികളെല്ലാം ബ്ലോക്കാവുന്ന ഒരവസ്ഥ, അത്രയും തിരക്ക് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ക്യാമ്പ് അത്രയും വിജയകരമായതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെ ഇവിടെ കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുപോലെ തന്നെ സിംഗ് നടത്തുന്ന ഒരു സ്ഥാപനം നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് തന്നെ, തൊട്ടടുത്ത് ഇതിൻ്റെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് അച്ഛനമ്മമാർ ആരും നോക്കാനില്ലാതെ ഉള്ള അവസ്ഥയിലുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ യുഗത്തിൽ നമ്മുടെ തലമുറക്കാർ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറക്കാർ എല്ലാം തിരക്കുള്ളവരാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന നമ്മുടെ മക്കളോ ചെറുമക്കളോ ഒക്കെ വളരെ കുറവാണ്. അവരെല്ലാം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, ഒരുപാട് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനെയും അമ്മയെയും എങ്ങനെ നോക്കണം, പൈസ ഉണ്ടെങ്കിൽ അവർ ഒരു ഹോം നേഴ്സിനെ ആക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അവിടെ ആവശ്യമായ പൈസ കൊടുക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്ന സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് ഇതുപോലെയുള്ളൊരു മനസ്സ്, എനിക്കറിയാം സിംഗിൻ്റെ കുടുംബം ഒന്നടങ്കം ഇതിനോടൊപ്പമുണ്ട്. എപ്പോൾ ചെന്നാലും അമ്മയെയും ഭാര്യയെയും ഒക്കെ ഈ പറയുന്ന സമുദ്രതീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടി ഇങ്ങനെ ഇത്തരം സ്ഥാപനങ്ങൾ ഒരുപാട് വളർന്നു വരണം അല്ലെങ്കിൽ ഒരുപാട് മുളച്ചു വരണം എന്ന് ഒരിക്കലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഉള്ള സ്ഥാപനം അത്രത്തോളം ഭംഗിയായി നോക്കി, അത്രത്തോളം അവിടെയുള്ളവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകും. നമ്മുടെ ഒരു അമ്മമാരെ അല്ലെങ്കിൽ നമ്മളെ നാളെ എന്താണ്, ഇപ്പോൾ എൻ്റെ ഈ പ്രായത്തിലുള്ളവരൊക്കെ നാളെ എന്താകും എന്നുള്ള ആശങ്ക നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ സിംഗ് ഇവിടെ പറഞ്ഞു, വളരെ വിഷമത്തോടുകൂടി പറയുന്നത് ഞാൻ അവിടെ കേട്ടിരിക്കുമായിരുന്നു. ഒരുപാട് പേര് ശത്രുക്കളുണ്ടാകാം, നന്മ ചെയ്യുന്നവരെ പുകഴ്ത്തുന്നവരൊന്നും നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഏത് വെല്ലുവിളിയെയും നേരിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. മാങ്ങയുള്ള മാവിലെ കല്ലെറിയാറുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് കണക്ക് തന്നെയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്താണ് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അത് മനസ്സിലാക്കി അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന്, നമ്മുടെ എന്താണോ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യം അതിലേക്ക് നമ്മൾ പോവുക, നമ്മുടെ കർമ്മം അത് അതുപോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈ ഒരു ക്യാമ്പിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണിനും പ്രശ്നമുണ്ട്.
അപ്പോൾ എനിക്കും അടുത്ത മാസം ഞാനും വരും എന്ന് സിംഗിനോട് പറയുമായിരുന്നു. ഇത്രയും പേരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്രയേറെ സന്തോഷം തോന്നി. കാരണം അത്രയും നല്ല ചികിത്സ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പാണ്. ഇവിടെ ഇരിക്കുന്ന പലരും ഇന്ന് സർജറി കഴിഞ്ഞ് തിരികെ വന്ന് വീണ്ടും ഒരു ചെക്കപ്പിന് വേണ്ടി ഇരിക്കുന്ന ഒരുപാട് പേരും ഇതിനകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ കണ്ണ് ഉള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നമ്മൾ അറിയില്ല. കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ പിന്നെ നമ്മളെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥവുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാം. നമ്മുടെ കൈക്കും കാലിനും കണ്ണിനുമൊക്കെ അസുഖങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് എങ്ങനെയും എത്ര കഷ്ടപ്പെട്ടായാലും മുന്നോട്ട് ജീവിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് തന്നെ തേടി കണ്ടെത്താൻ കഴിയും. അപ്പോൾ കണ്ണിന് കാഴ്ച എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇന്ന് ഉച്ചവരെയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഒരുപാട് സംസാരിക്കുന്നതിലോ ഒരുപാട് പ്രസംഗിക്കുന്നതിലോ ഒന്നും അർത്ഥമില്ല. ഇതിനകത്ത് വന്നിരിക്കുന്ന മെഡിക്കൽ ടീം നമ്മുടെ ഓരോരുത്തർക്കും ഇവിടെ ഇരിക്കുന്നവരുടെ എന്താണ് അവരുടെ അവസ്ഥ എന്ന് തിരിച്ചറിയുകയും ഉചിതമായ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സുഹൃത്തിന് ഇനി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇതുപോലുള്ള ക്യാമ്പുകൾ നിരവധി പേർക്കൊരു തുണയാകുന്നതിനും എല്ലാവിധ സപ്പോർട്ടും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് എന്ത് സഹായം ചെയ്യാൻ കഴിയുമോ, എൻ്റെ ഡിവിഷനിലുള്ള വാർഡിൽ കൂടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്, എന്ത് സഹായം എനിക്ക് ചെയ്യാൻ കഴിയുമോ, ഞാനെന്ന ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുമോ, അത് ഈ ഒരു വേദിയിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു കണ്ണിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹം, നന്ദി. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് എം സ്വാഗതം ചെയ്ത് സംസാരിച്ചു. 70ാമത് നേത്ര ചികിത്സാ ക്യാമ്പാണെങ്കിലും ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് ഏതാണ്ട് 9 വർഷം പിന്നിടുവാൻ പോവുകയാണ്. ഈ 9 വർഷത്തിനിടയിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്യാമ്പിലൂടെ വന്നു പോയത്. 10,000-ൽ പുറത്ത് ഓപ്പറേഷനുകൾ ഈ ക്യാമ്പിലൂടെ ചെയ്തു നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് നേത്ര രോഗവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾക്ക് നേത്ര ചികിത്സയിലൂടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് കല്ലുവാതിക്കലെ ഒരു ഉത്സവത്തിൻ്റെ ദിവസമാണ് ഈ വരുന്ന എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ഈ നടക്കുന്ന ക്യാമ്പ്. അതായത് വ്യാപാരികൾക്ക് പോലും കച്ചവടം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് അത്തരം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ ക്യാമ്പ് മാത്രമല്ല സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്തുന്നത്. തൊട്ടടുത്ത് നടത്തുന്ന വയോജന കേന്ദ്രം ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് 6 വർഷം ആകാൻ പോവുകയാണ്. അതിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഏതാണ്ട് അടുത്ത മാസങ്ങളിൽ നടക്കുവാനുള്ള പരിശ്രമത്തിലാണ്. 100 ആൾക്കാരെ പാർപ്പിക്കുന്ന പുതിയ മന്ദിരം കേരളത്തിലെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയൊരു പദ്ധതി കൂടി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ പോവുകയാണ്. ആരുമില്ലാത്ത കുഞ്ഞു കുട്ടികളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഏതാണ്ട് ഏപ്രിൽ മാസത്തോടു കൂടി നടത്തുവാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തനവും നടത്തി വരികയാണ്. ഏതാണ്ട് ആംബുലൻസിൻ്റെ സർവീസ് അറിയാം. 9 വർഷം കൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങാതെയാണ് അതിൻ്റെ പ്രവർത്തനവും നടത്തിക്കൊണ്ടു പോകുന്നത്. പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ള പുതുവസ്ത്രങ്ങൾ അവിടെ അലമാരയിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഒരാൾ ആക്സിഡൻ്റ് ആയാലോ മരണപ്പെട്ടാലോ പുതുവസ്ത്രങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയാണ്. ഇനി പുതിയ പദ്ധതികൾക്ക് വേണ്ടി വരുന്ന മാസത്തിൽ തന്നെ അതിൻ്റെ സർക്കാരുമായി പുതിയ പദ്ധതി ഒപ്പുവയ്ക്കുവാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. ഇതെല്ലാം നടത്തുമ്പോഴും നമ്മുടെ നാട്ടിലെ, എൻ്റെ നാട്ടിലല്ല, എൻ്റെ നാട് തൊട്ടപ്പുറത്ത് പാറ ജംഗ്ഷനിലാണ്. കല്ലുവാതികളിൽ കാണുന്ന കുറച്ച് ആൾക്കാർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ചില ആളുകൾ ഇങ്ങനെ വെള്ളയും തച്ച് ഇട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് സമൂഹത്തിൽ. അവർ നോക്കുമ്പോൾ കല്ലുവാക സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയും ഓട്ടിച്ച് നടന്നവൻ, അല്ലെങ്കിൽ പാറ പുറത്ത് വണ്ടിയുടെ പുറത്ത് ലോഡിങ് ചെയ്തവൻ,
അത്തരം ആളുകളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു സമൂഹം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാം തരണം ചെയ്താണ് ഞാൻ പോകുന്നത്. അവരുടെ വിമർശനങ്ങൾ എത്ര തരത്തിലാവാമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എൻ്റെ സമുദ്രതീരത്തിൻ്റെ ഉള്ളിൽ അവിടെ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രമെന്നാണ്. എല്ലാ മതസ്ഥരും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇന്നിവിടെ വന്നിരിക്കുന്നതും നിങ്ങൾ പല മതത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ എന്തിനാണ് നമുക്കൊരു മതം? നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പലവട്ടങ്ങളിൽ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു മതമുണ്ടായത് അവരെ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ ആ മതത്തിൽ ജനിച്ചത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ ചിലപ്പോൾ മതത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ മതവുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇവരെല്ലാം ഞാൻ വിമർശിക്കുകയല്ല. നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഒരു മരണപ്പെട്ടാൽ ആ മതത്തിൻ്റെ കുടിശ്ശികയുണ്ടെങ്കിൽ കുടിശ്ശിക തീർത്തെങ്കിൽ മാത്രമേ ആ മതത്തിലെ ആളുകൾ സഹകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ബോഡി അടക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ഹിന്ദു ആചാരപ്രകാരമായാലും മറ്റ് മുസ്ലിം ആചാരപ്രകാരമായാലും ക്രിസ്ത്യൻ ആചാരപ്രകാരമായാലും ഇതെല്ലാം പൈസ കണ്ടെത്തി കൊടുക്കുന്നത് അവിടുത്തെ ആ വീട്ടിലെ മുതിർന്ന ആളുകളായിരിക്കാം. എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് സ്വന്തം മക്കളെയോ ബന്ധുക്കളെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ ബോഡി മറവ് ചെയ്യാൻ വേണ്ടി ആ കുടിശ്ശിക തീർത്തു കൊടുക്കുന്നു. ഒരു വീട്ടിലെ ഒരാളിൻ്റെ കല്യാണം നടക്കണമെങ്കിലും ഇതേ രീതിയാണ്. കുടിശ്ശിക ഉണ്ടെങ്കിൽ ആ കുടിശ്ശിക തീർത്തെങ്കിൽ മാത്രമേ കല്യാണത്തിൽ ഒപ്പുവയ്ക്കുവാൻ ആ സമുദായത്തിൻ്റെ ആളുകൾ എത്തുകയുള്ളൂ. ഈ കുടുംബത്തിലെ അച്ഛന്മാരെയും അമ്മമാരെയും ഈ മക്കള് അടിച്ച് പുറത്താക്കുമ്പോൾ ഈ മതം എവിടെയാണ്? ഈ മതത്തിൻ്റെ ആളുകൾ എവിടെയാണ്? എന്താണ് ചോദിക്കാൻ ചെല്ലാത്തത് എന്താണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പ്രായമായ അച്ഛനെയും അമ്മയും നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? എന്തിനാണ് അനാഥാലയത്തിൽ കൊണ്ടു തള്ളിയത്? ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് എന്താ സംരക്ഷിക്കാനുള്ള ശേഷിയില്ലേ? ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടത് ഈ സമുദായക്കാരല്ലേ? അപ്പോൾ നിങ്ങൾ ഈ അനാഥാലയം ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരം സമുദായക്കാർ മുന്നോട്ട് വന്നാൽ ഈ പടിക്ക് പുറത്താക്കിയ ഈ അച്ഛനെയും അമ്മയും വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഈ സമുദായത്തിൽ നിന്ന് ഈ മക്കളെ കൂടി പുറത്താക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ ഈ പറയുന്ന അനാഥാലയങ്ങളുടെ എണ്ണം കുറയ്ക്കുവാൻ കഴിയൂ. ഞാനൊരു സമുദായത്തെയും വിമർശിക്കുകയല്ല. ആളിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ടാണ്. ഒരു ദിവസം ഒരു അച്ഛന്മാരും അമ്മമാരും വിളിക്കുന്നതിൻ്റെ കോളുകളുടെ എണ്ണം ഒരു ദിവസം 5 ആൾക്കാരെങ്കിലും എന്നെ വിളിക്കാറുണ്ട് അഡ്മിഷന് വേണ്ടി. ഈ വീടുകളിലെല്ലാം ഞാൻ പോയി അവർക്ക് വേണ്ടുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിച്ചു കൊടുക്കാറുണ്ട്. വേണ്ടുന്ന അഡ്മിഷൻ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. പുതിയ മന്ദിരത്തിൽ 100 പേരെ പാർപ്പിക്കുമ്പോഴും ഇപ്പോൾ 50ഓളം ആൾക്കാർ എൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. ഇനി കിടക്കാൻ സ്ഥലമില്ല. പുതിയ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരം സമുദായക്കാരുടെ അടുത്ത് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അല്ല നിങ്ങളെ ആരെയും വിമർശിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയോ പറയുന്ന കാര്യങ്ങളല്ല. ഇനി ചിലപ്പോൾ ഇത് കേട്ടിട്ട് എൻ്റെ തോളെ കുതിര കയറാൻ വരുന്ന ചിലപ്പോൾ ആൾക്കാരുണ്ടാവാം. ഏറെ പ്രയാസമാണ്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ അച്ഛന്മാരെയും അമ്മമാരെയും കാണുമ്പോൾ നമ്മുടെ എല്ലാം സ്ഥിതി എന്തായി തീരുമെന്ന് നമുക്കെല്ലാം ഓർക്കാൻ കഴിയില്ല. ഓരോ ദിവസവും അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും മക്കളെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്ന നാട്ടിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതിലും സന്തോഷമായിട്ടാണ് ഇന്ന് സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഓരോരുത്തരും സന്തോഷമായി ജീവിക്കുന്നത് എന്ന് എനിക്ക് പറയുവാൻ കഴിയും. അവിടെ വന്നിട്ടുള്ള ഒരാൾക്ക് പോലും തിരികെ പോകണമെന്ന ഒരു വിചാരവുമില്ല. അത്തരം സൗകര്യങ്ങളാണ് ഞാനും എൻ്റെ ഭാര്യയും മക്കളും താമസിക്കുന്ന ആ വീട്ടിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്.
അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. കാരണം കേരളത്തിൽ ആരും സ്വന്തം വീട്ടിലൊരു അനാഥാലയം നടത്തിയിട്ടില്ല. അതിനപ്പുറമാണ് ഞാൻ നടത്തുന്നത്. ഒരു സ്കൂൾ പോലെയാണ്. ഇവിടെ ഇരിക്കുന്ന കുറേ ആളുകൾ എൻ്റെ സമുദ്രദിനം കൂട്ടുകുടുംബത്തിൽ വന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന എന്താണെന്ന് അവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയ ആളുകൾ പറയും ഇതൊരു കൂട്ടുകുടുംബമാണെന്ന്. കാരണം അനാഥാലയത്തിൻ്റെ ഒരു വിധിയും ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഞങ്ങൾ അവരോടൊപ്പം താമസിക്കുമ്പോൾ അവരെക്കൊണ്ടാക്കുന്ന ആഹാരമാണ് ഞാനും എൻ്റെ ഭാര്യയും കുടുംബവും കഴിക്കുന്നത്. അവരോടൊപ്പമാണ് ഞങ്ങൾ ചേർന്ന് കഴിയുന്നത്. അപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു സമൂഹം നമ്മളെ നാട്ടിലുണ്ട്. ഇവരെ ബോധ്യപ്പെടുത്തുവാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. അങ്ങനെയാണ് ഞാനും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എത്ര കിട്ടിയാലും കൊടുക്കുക. ഇന്നലെ 9ാമത്തെ ബാങ്കിലെ ലോണിന് വേണ്ടി ഇന്നലെ ഒപ്പുവെച്ചിരിക്കുക. ബാങ്കിൽ പോയി. കാരണം ഇനി പുതിയ മന്ദിരത്തിൻ്റെ പണി തീർക്കാനായിട്ട് 1 കോടി പുറത്തുണ്ടെങ്കിൽ മാത്രമേ പണി തീർത്ത് അത് എത്രയും പെട്ടെന്ന് മാറുവാൻ കഴിയൂ. കാരണം സർക്കാരിൻ്റെ നിയമമാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് താമസിക്കണ്ട എന്ന ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛന്മാരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. പക്ഷെ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പല ആളുകളിൽ നിന്ന് നേരിടുന്ന പ്രയാസങ്ങൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തും. അപ്പോൾ ഈ പറയുന്ന ബുദ്ധിമുട്ട് തരുന്ന ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് മനസ്സിലാവും എന്താണ് എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും പ്രയാസമെന്ന്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴും ഇന്ന് കേരളത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ഒരു ട്രസ്റ്റാണ് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ്. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ടാണ് പല കാലഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരിന് പോലും അവാർഡുകൾ മേടിക്കുവാൻ കഴിയുന്നത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സമുദ്ര ഫോക്ലോർ അക്കാദമി ചെയർമാൻ അജിത് ലാൽ, അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ, ക്യാമ്പിൽ പങ്കെടുത്ത ഒരു അമ്മ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ ഇവിടെ ഒരു ഉദ്ഘാടനം നടത്തിയ സമയത്ത് നമ്മുടെ മുമ്പിലൊരു വിളക്ക് തെളിയിച്ചു. ആ വിളക്ക് തെളിയിച്ച സമയത്ത് പ്രിയപ്പെട്ട ചെയർമാൻ ആ വിളക്കിലൊരു തിരി തെളിയിക്കാൻ പോലും നിന്നില്ല. അപ്പം ഞാൻ മനസ്സിലാലോചിച്ചു, ചെയർമാൻ പല യോഗങ്ങൾ കാണുമ്പോഴും ഈ വിളക്ക് തെളിയിക്കാൻ തയ്യാറാവില്ല. പക്ഷേ 10,000-കണക്കിന് അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ക്യാമ്പിൽ വരുന്ന ആളുകളുടെ കണ്ണിൽ പ്രകാശം തെളിയിക്കുന്ന വലിയൊരു മനുഷ്യനാണ് ശ്രീ റോൾസൻ അവർ. അതുമാത്രമല്ല, പല കാര്യങ്ങളിലും ചെയർമാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു കടമ്പ കടക്കുവാൻ കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ അന്തേവാസികളായ അച്ഛനമ്മമാർ, അവരെ മാറ്റി താമസിപ്പിക്കണം. അതിൻ്റെ ചെലവ് അതിഭീകരമാണ്. പക്ഷെ കാഴ്ചയുണ്ടെങ്കിലും അച്ഛനമ്മമാരെ നോക്കാത്ത, അത് കാണാത്ത കുറച്ച് മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അത്തരത്തിൽ അച്ഛനമ്മമാരുണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ അനാഥാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നത്. അതുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ സമുദ്രതീരത്ത് ചെല്ലുമ്പോൾ അച്ഛനമ്മമാരുടെ സന്തോഷം കാണുമ്പോൾ അവിടെയും പ്രകാശം പകർന്നുകൊണ്ട് നമ്മുടെ ചെയർമാൻ നിൽക്കുകയാണ്. ഇത്തരത്തിൽ 70ാമത് ക്യാമ്പാണ് നമ്മളിവിടെ നടത്തുന്നത്. ഈ ക്യാമ്പിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എനിക്ക് എൻ്റെ 5 വർഷം കാണാതിരുന്ന കണ്ണ് എനിക്ക് തെളിച്ചു തന്നതിന് ഞാൻ ആ സ്ഥാപനത്തിനോടും ഈ സ്കൂളിനോടും ഈ ഇവിടെ ഉള്ള എല്ലാ ജനങ്ങളോടും ഈ വന്നിട്ടുള്ള ആൾക്കാരോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും എവിടെയെങ്കിലും കണ്ണിന് കാഴ്ചയില്ലാതെ ഇരിക്കുന്നുണ്ടെന്ന് വരി ഈ ക്യാമ്പിൽ വന്ന് ഈ കണ്ണ് തെളിക്കണമെന്ന് മാത്രം എനിക്കൊരു അപേക്ഷ പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. പിന്നെ എല്ലാം നല്ലതും വരട്ടെ. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ ക്യാമ്പ് വന്ന് കാണുന്നതും. കഴിഞ്ഞ മാസം വന്ന് കണ്ടപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയില്ല. ഞാൻ പിന്നീട് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഭർത്താവാണ് എന്നെ അവിടെ കൊണ്ടു ചെന്നപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് ഈ വലത്ത് കണ്ണ് ചെയ്തു തരാമെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് 5 വർഷം കാണാതിരിക്കുന്ന കണ്ണല്ല തെളിയേണ്ടത്, എനിക്ക് ഇടത്ത് കണ്ണൊന്ന് തെളിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷിച്ച്. അപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സും എല്ലാവരും പറഞ്ഞ്, അമ്മ ഞങ്ങളിത് ചെയ്തു തന്ന് തെളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ ഞാനതിന് എഴുതി എൻ്റെ ഭർത്താവ് ഞാനും ഒപ്പിട്ട് കൊടുത്ത് എനിക്കത് ചെയ്ത് 2 മണിക്കൂറിനകം എൻ്റെ കണ്ണ് തെളിച്ച് തന്നതിന് ഞാൻ അരവിന്ദ് ആശുപത്രിയോട് നന്ദി പറയുന്നു. ഇവിടെ ഈ കല്ലുവാതക്കൽ ഈ ക്യാമ്പിലും ഈ അനാഥാലയത്തിനും എല്ലാത്തിനും ഞാൻ നന്ദി പറയാനായിട്ടാണ്
ഇന്ന് ഞാനിവിടെ വന്ന് എനിക്ക് കണ്ണ് ചെക്ക് ചെയ്യേണ്ടത് ഇനി മറ്റന്നാൾ തിരുനെൽവേലി പോയാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ എവിടെയെങ്കിലും കാഴ്ചയില്ലാതെ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നെങ്കിൽ ഇത് പോയി ചെയ്യാൻ വേണ്ടി ഞാൻ ജനശബ്ദത്തിൽ കൂടെ റേഡിയോ നിലയത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ കയ്യിൽ കിട്ടിയ നമ്പർ ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി ഈ കണ്ണ് തെളിച്ച് ജീവിക്കണമെന്ന് ഒരേ ഒരു ആഗ്രഹം എനിക്ക് അതുമാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാവർക്കും ഒരു പരോപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ്. എനിക്ക് അതുകൊണ്ട് ആണ് എന്നെ ഒരുപാട് പേര് മധുരയെ കൊണ്ടുപോയി അവരുടെ കാശും പറത്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആരും എന്നെ സഹായിക്കേണ്ട, എനിക്ക് അതിനോട് താല്പര്യമില്ല. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അനാഥാലയത്തിൽ കിടക്കുന്ന അമ്മയ്ക്കും അച്ഛനും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മ മരിച്ചിട്ട് 3 വർഷമായി. ഞാൻ ഈ 3 വർഷം കൊണ്ട് അനാഥാലയത്തിലാണ് കൊടുക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഒരു കർമ്മങ്ങളും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ അച്ഛനില്ലാതെ വളർന്ന 4 മക്കളാണ്. ആ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് എടുത്ത് കൊടുത്തപ്പോൾ ഈ കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് ഞാൻ പോയി കണ്ണ് തെളിഞ്ഞിട്ട് വന്നപ്പം പറഞ്ഞ് ഇനി ഞാൻ കൊടുക്കുന്നെങ്കിൽ എല്ലാ പ്രാവശ്യവും എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഇനി ഞാൻ കൊടുക്കുന്നത് കല്ലുവാതക്കൽ അനാഥാലയത്തിലാണ് കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ മോൾ അവിടെ വന്ന് വർക്ക് ചെയ്തെന്നൊക്കെ ഇന്നാണ് ഞാൻ അറിയുന്നത്. എൻ്റെ മോള് ചിഞ്ചു ആ സ്ഥാപനത്തിൽ വന്ന് വർക്ക് ചെയ്തു, ആൾക്കാരെ കണ്ടു, അവരോട് സഹകരിച്ചു, അവരോട് ആഹാരം കഴിച്ചെന്നല്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിൻ്റെ മകളാണില്ല നിൽക്കുന്നത്. എനിക്കൊരു മകളേ ഉള്ളൂ, ആ മക്കളില്ല. ആ ഒരു മകൾക്ക് 2 പെൺമക്കളാണ്. ഞാനും എൻ്റെ കൊച്ചുമോളും കൂടെ വന്ന് എൻ്റെ കൊച്ചുമോളെൻ്റെ കണ്ണൊന്ന് കാണിക്കണം. എനിക്ക് ഇന്ന് ഇവിടെ ചെക്കപ്പില്ല, പക്ഷേ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് വന്നത് ഈ ഒരു 2 നല്ല വാക്ക് ഇവിടെ പറഞ്ഞ് എല്ലാവരെയും ലോകത്തെല്ലാവരെയും അറിയണം. ഇവിടെ വന്നവരും മെമ്പറായാലും എല്ലാവരെയും അറിയിക്കാനായിട്ട് മാത്രം. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, പഠിത്തമില്ല, എനിക്കുമില്ല, എൻ്റെ ഭർത്താവിനും ഇല്ല. പക്ഷേ എൻ്റെ മോള് സൈക്കോളജിസ്റ്റാണ്, എൻ്റെ മക്കളെല്ലാം പഠിക്കുന്നുണ്ട്. എൻ്റെ ആഗ്രഹം എനിക്കും അതില്ല, എൻ്റെ മക്കളെ പഠിപ്പിക്കണം. അത്ര കഷ്ടപ്പാടുകൊണ്ട് 4 മക്കളെ അമ്മ വളർത്തിയെന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല. ഇന്ന് എൻ്റെ അനിയത്തിയുടെ മകൾ ഒന്ന് ഡോക്ടറും ഒന്ന് കളക്ടറുമാണ്. പക്ഷേ അങ്ങനെയുള്ള ഭാഗ്യങ്ങളെല്ലാം എൻ്റെ അമ്മയ്ക്ക് കിട്ടി. അമ്മ അതും കൊണ്ട് മരണപ്പെട്ട് അമ്മ അറ്റാക്കായിരുന്നു മരിച്ച്. അന്ന് തൊട്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിനും എൻ്റെ മക്കളെ വൃത്തിയുടെ വന്നാൽ ഞങ്ങൾ വീട്ടിലല്ല ഘോഷിക്കുന്നത്. എൻ്റെ ചിഞ്ചുമോൾ അനാഥാലയത്തിൽ കൊണ്ടുപോയി അവർക്ക് ആഹാരം കൊടുത്ത് അവരെ കൂടി ഇരുന്ന് കഴിക്കും എല്ലാ വൃത്തിയുടേക്കും. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തിവരുന്നുണ്ട്. ആകെ 500 പേർ പരിശോധന നടത്തിയ ക്യാമ്പിൽ നിന്നും 200 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.